അപ്പോൾ അവിടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ദീപാവലി വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:15 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ഓൾറെഡി കുളിച്ചാണ്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് മേലൊന്ന് കഴുകിയിട്ടൊക്കെ വരണം. സോ നാളെ എനിക്ക് എക്സാം. അപ്പോൾ രാവിലെ കുറച്ച് പരിപാടീസ് ഉണ്ടായിരുന്നു, അതായത് വീട് വൃത്തിയായിരുന്നു. സോ അങ്ങനെ അത് പിന്നെ ഇവിടെ ചുമ്മാ ചെറുതായിട്ടൊന്ന് സീരിയൽ ബൾബ് കിട്ടുന്നത് സെറ്റാക്കിയില്ല. പടക്കം കിട്ടിയില്ല ഇതിനാണ്. അപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഭംഗിയില്ലാണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ അല്ലെങ്കിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. രാത്രി ആകുമ്പോഴൊക്കെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ കുറേ പരിപാടീസ് ഉണ്ട്. ഇനി ഞാൻ കുളിച്ചിട്ട് വേണ്ട ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ അതിലിങ്ങനെയല്ല വയസ്സ് വെച്ച് അത് ഭയങ്കരമായിട്ട് പറന്ന് നടക്കുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അത് മാറ്റി വെറുതെ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ കെട്ടി വെക്കും. എനിക്കിങ്ങനെ വിരിച്ചിട്ടുള്ള നടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടീസ് ഉണ്ട്. നെയിൽ പോളിഷ് ഇടണം, മെഹന്തി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിടണം, പിന്നെ ആ വിളക്കുകളൊക്കെ നമുക്കൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കണം, അങ്ങനെയൊക്കെ. സോ അതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൈലാഞ്ചി കിട്ടിയില്ല. ഞാനും മാമനും ഭയങ്കര വഴക്കായിരുന്നു കഴിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും വഴക്കിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. പടക്കം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വഴക്ക് കേട്ടോ. അപ്പം എനിക്കെന്ത് ഭയങ്കര വിഷമമായി കഴിച്ചു. എനിക്ക് പടക്കം കിട്ടിയില്ല, അയ്യോ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പടക്കം കിട്ടാത്തതിൻ്റെ വിഷമ കഥയാണ് ഗൈസ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കേട്ടാൽ നിങ്ങൾക്ക് വെറുത്തും ഗൈസ്. എനിക്ക് ഇത്രയ്ക്ക് ഇതാണോ പടക്കത്തിനോട് ആക്രാന്താണോ ഗൈസ്. എനിക്ക് പടക്കം പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പക്ഷേ എനിക്ക് വലിയ പടക്കം പേടിയാണ്. ഇപ്പം ഞാൻ പൊട്ടിക്കണം കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് വേണം ഗൈസ്, എനിക്ക് പൊട്ടിക്കണം ഗൈസ്, 2 പൊട്ടിക്കണം. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ മൈലാഞ്ചിയൊക്കെ ഇടാൻ വേണ്ടി ഇരുന്നാണ്. മൈലാഞ്ചി ഇപ്പോൾ കാണുന്നൂടില്ല. ഇന്നലെ സെറ്റാക്കണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഒന്നും സെറ്റാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇവിടെ സീരിയൽ ബൾബൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ ദീപാവലിക്കും ഈ വീടിൻ്റെ ടെറസിൻ്റെ ആ സൈഡിലും പിന്നെ റോഡിലും പിന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ പിന്നേലും എല്ലാം ഇങ്ങനെ വിളക്ക് വെക്കുന്നതാണ്. ബട്ട് ഇപ്രാവശ്യം വെക്കാൻ പറ്റില്ല, മഴ ചതിച്ചു ഗൈസ്. മഴയാണ്, ഭയങ്കര മഴയാണ്. സോ എല്ലാം പോയി. പടക്കമില്ല, മഴയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരിതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഇപ്രാവശ്യത്തെ. അപ്പോൾ ദീപാവലിക്ക് വേണ്ടി സ്വീറ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ കേട്ട് തീർത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ മാറ്റി ഇങ്ങനെയാക്കി. പിന്നെ ഇത് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ഇത് ചെറുതായിട്ടൊന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ട്. 6 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് കത്തിക്കണമല്ലോ. സോ ഞാൻ തുടയ്ക്കാനായാണ് ഫോൺ ഓഫ് ആയിപ്പോയി. ഫോണിൽ ഒട്ടും ചാർജില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ കുത്തിയിടാൻ പോവാണ്. പിന്നെ അതിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചാർജില്ലാത്തതുകൊണ്ട് പെട്ടെന്നെല്ലാം ഒഴിച്ചങ്ങ് പോവായിരുന്നു ഗൈസ്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് സീരിയൽ ബൾബ് ഇട്ട് നോക്കിയാലോ ഗൈസ്. കൊള്ളാം, നോക്കൂ, നല്ല രസമില്ലേ? ഞാൻ സീരിയൽ ബൾബ് ഇട്ട് വീട് മൊത്തം ക്രിസ്മസ് സെലിബ്രേഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രസം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ ദീപം കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ തന്നെ. എന്നിട്ട് അവസാനമാണ് ഗൈസ് എനിക്ക് മുറ്റത്ത് വെക്കാൻ സാങ്ഷൻ കിട്ടിയത്. അത്ര നേരം വീട്ടിലെല്ലാവരും പറഞ്ഞു മഴയാണ്, മുറ്റത്ത് വെക്കേണ്ടതാണ്. ബട്ട് കത്തിച്ച സമയത്തൊന്നും മഴയില്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടെ മുറ്റത്തും വീടിൻ്റെ പൊക്കത്തും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമില്ലേ ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനലി നമ്മൾ വീട് മൊത്തം കത്തിച്ചു ഗൈസ്. അപ്പോൾ വീട്ടിൽ ഫുള്ള് തീ വെച്ചു. പൊക്കത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ടെറസിൻ്റെ പൊക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെറസിൻ്റെ പൊക്കത്തും റോഡിലും സിറ്റ് ഔട്ടിലും പിന്നെ സ്റ്റെപ്പിലും ഒക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസം ഗൈസ്. ഇത് പിന്നെ റോഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ലുക്കാട്ടോ വീടിൻ്റെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ്. അപ്പം അങ്ങനെയൊക്കെ തന്നെ, വേറെ അപ്പം അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. പടക്കം കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്.